പിണറായി വിജയന്റെ കാല് ഇടർന്നു എന്ന് കണ്ടു കഴിയും. ഇടർന്നു എന്ന് കണ്ട് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും റിവോൾട്ട് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉണ്ടാവും. MA ബേബി ചലിക്കേണ്ടി വരും. ആ MA ബേബിയുടെ ചലനത്തിന് പിന്തുണ കൊടുക്കാൻ ഗോവിന്ദമാഷ് വരെ ഉണ്ടായെങ്കിൽ അത്ഭുതപ്പെടുന്നു. തീർച്ചയായിട്ടും അങ്ങനെയാണ്. CPM-നകത്ത് എപ്പോഴും അങ്ങനെ പാലം വലിക്കും. ഇപ്പൊ പിണറായി വിജയൻ സർവശക്തരായിട്ട് ആരും ചോദിക്കാനില്ലാത്ത ഇപ്പോൾ പിണറായി വിജയനിട്ട് ഒരു അടി കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് മാർക്സിസ്റ്റുകാരെ. കോൺഗ്രസ്സുകാർ അത്രയും സജീവമായിട്ട് ചെയ്യുന്നുമില്ല. സ്വപ്ന സുരേഷിന്റെ ഇഷ്യൂ അച്യുതാനന്ദനാണ് ടേക്കപ്പ് ചെയ്തെങ്കിൽ അത് മരിക്കാൻ നടക്കും. ഇവിടെ ശവക്കോടതി കിടക്കുമ്പോൾ പോലും പറഞ്ഞേനെ സ്വപ്നയെ അറസ്റ്റ് ചെയ്യണം, തുറങ്കിലടയ്ക്കണം എന്ന് നടന്നാലും നടന്നില്ലെങ്കിലും അച്യുതാനന്ദൻ പറയുകയായിരുന്നു. സാർ, ഈ കഴിഞ്ഞ 3 ദിവസം VS അച്യുതാനന്ദൻ എന്ന ജനപ്രിയനായ നേതാവിൻ്റെ വിടവാങ്ങലാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത്. പെട്ടെന്നാണ് ഒരു ശ്രദ്ധ തിരിക്കൽ ഉണ്ടാകുന്നത്. ഗോവിന്ദച്ചാമി എന്ന ഒരു കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയിരിക്കുന്നു. സാർ, ഇതൊരു ശ്രദ്ധ തിരിക്കൽ നാടകമാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഈ കഴിഞ്ഞ ഒരു 3 മാസമായി പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നതും പ്രതിസ്ഥാനത്ത് വരേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയും ഇന്ന് നടക്കുന്നില്ല. ഇതുപോലത്തെ സംഭവങ്ങൾ, ആത്മഹത്യ, പെണ്ണുങ്ങളുടെ ആത്മഹത്യ, എലിക്കണി വെച്ചത്, പന്നിപ്പടക്കം വെച്ച് പിടിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ചർച്ചയുടെ പുറകെ എല്ലാ ചാനലുകാരും പോകും. പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം, പിന്നെ കുറെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ കഥകൾ. ഈ സ്വപ്ന സുരേഷിൻ്റെയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അഴിമതിയെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് പൊട്ടിക്കിട്ടി. അല്ല, ഈ ആശാവർക്കർമാരുടെ സമരമൊക്കെ എല്ലാവരും ഉപേക്ഷിച്ച് കഴിഞ്ഞു. അവിടെ ഈ VS അച്യുതാനന്ദനും മറ്റു നേതാക്കന്മാരായിട്ടുള്ള വ്യത്യാസം കൂടെ അതാണ്. അച്യുതാനന്ദൻ്റെ പുറകെ കാണും ഇപ്പോഴും. ഇവരങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ എന്താ പറ്റുന്നത്? ജനങ്ങളെപ്പോഴും വൈകാരികമായി താല്പര്യം ഉണർത്തുന്ന കാര്യങ്ങൾ. ഗോവിന്ദച്ചാമിയെ ആദ്യം ചിത്രീകരിച്ചത് എങ്ങനെയാണ്? ഗോവിന്ദച്ചാമിയെ ചിത്രീകരിച്ചത് ഏറ്റവും വലിയ ക്രൂരതയുടെ സിമ്പൽ, പര്യായമാണ് ചിത്രീകരിച്ചത്. സാർ, അങ്ങനെയെങ്കിലേ സാറിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു പിണറായി വിജയനെതിരെ വലിയ അലിഗേഷനുകളൊന്നും ഇല്ലാതായിട്ട് 3 മാസമായി. അലിഗേഷൻ ഇല്ലാതായിട്ട് പറയാതായിട്ട് അതാണ് അലിഗേഷൻ ഇല്ല. സാർ, അങ്ങനെയാണെങ്കിലേ ഈ പറയുന്ന രീതിയിൽ ഇതൊരു ക്രിയേറ്റഡ് സ്റ്റോറി ആണ് എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി അടങ്ങുന്ന സംഘം പിണറായിക്കെതിരെ കളിച്ച ഒരു കളി ആയിക്കൂടെ? അല്ല, സിസ്റ്റത്തിനെതിരെ. പിണറായിയെ പേടിപ്പിച്ച് കാണും. ഈ അച്യുതാനന്ദൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് ഉള്ള ജനപ്രവാഹം അതുണ്ടാവും. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അല്ല, അതിന് സിസ്റ്റത്തെ കുറ്റപ്പെടുത്താനായിട്ടുള്ളൊരു ശ്രമം. കാര്യം എനിക്കത് സംശയം ഉണ്ടാവാൻ കാര്യം സാറ് തന്നെയാണ് അത് എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തരുന്നത്. എനിക്ക് സംശയം ഉണ്ടാവാൻ കാര്യം സാർ, EK നായനാരുടെ മന്ത്രിസഭ 3-ാം തവണ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. ഈ മന്ത്രിസഭ ആരാണ് സാർ കുളം തോണ്ടിയത്? ഈ P ശശിയാണ് സാർ കുളം തോണ്ടിയത്. അല്ല, അന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചുകൊണ്ടിരുന്ന P ശശിയാണ്. അന്ന് P ശശി അദ്ദേഹത്തിന്റെ മകന്റെ രൂപസാദൃശ്യമുള്ള ഒരാളിനെ ഈ വിതുര പെൺവാണിയോ കേസിൽ പെട്ടു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കിയവരെ അദ്ദേഹത്തിനെ വിരട്ടി മുൾമുനയിൽ നിർത്തി എന്നാ പറയുന്നത്. ശശി EK എന്ന് പറയുന്നു. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഇപ്പോ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ പോലീസ് വകുപ്പ് മൊത്തത്തിൽ പിണറായി വിജയൻ കൈകാര്യം ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ശശിയുടെ കയ്യിലാണ്. അപ്പൊ ശശി കൂടെ നിന്നുകൊണ്ട് പണി കൊടുത്താണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? പിണറായി വിജയൻ കൊടുത്തു എന്ന് പറയുന്നതിനേക്കാൾ പിണറായി വിജയന് ശശി തന്നെ പണി കൊടുത്തു. പിണറായി വിജയൻ ശശിയാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. പിന്നെ പിണറായി വിജയൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കതിന് നന്നാക്കാൻ ആയിക്കോട്ടെ. അത് ശിവശങ്കരൻ പറഞ്ഞ പോലെ അതിനേക്കാൾ കുറെ കൂടെ ദയനീയമാണ് പിണറായിയുടെ അവസ്ഥ. ശിവശങ്കരൻ പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ഏത് റോയൽ പേപ്പറിൽ പിണറായി ഒപ്പിട്ട് തരുമെന്ന് പറഞ്ഞില്ലേ സാർ? അത് തന്നെയല്ലേ അതിനേക്കാൾ കഷ്ടം ഇത് സാർ. അത് തന്നെയല്ലേ ഇവിടെ സ്വന്തം ആത്മഹത്യയെക്കുറിപ്പതേ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നൊരു കത്ത് പിണറായിയോട് കൊണ്ടാ കൊടുത്തത്. ഒപ്പിട്ട് പിണറായി എന്ന് പറഞ്ഞാൽ ശശി പറഞ്ഞാൽ പിണറായി ഒപ്പിട്ട് കൊടുക്കും സാർ. അങ്ങനെ തന്നെയാണ് നമുക്ക് സാധാരണയായിട്ടൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി നിലയിൽ നമുക്ക് തോന്നുന്നത് ഈ ജയിൽ ചാട്ടം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ പരാജയമാണ് സാർ. അതുകൂടെ പറയണം. അതായത് ഈ പറയുന്ന P ജയരാജൻ എന്ന കൊടും ക്രിമിനൽ, അത് സാറ് തന്നെ പറയും എന്ന് ഞാൻ ധരിക്കുന്നു. ഞാൻ പറയൂ. പറയണം സാർ. അത് ആ ഒരു കൊടും ക്രിമിനലാണ് ജയിൽ ഉപദേശക സമിതിയിലുള്ളത്. ആദ്യം പ്രതിപക്ഷ നേതാക്കന്മാർ ആരെങ്കിലും ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഈ നിമിഷം വരെ അതിനെക്കുറിച്ചൊരു ചർച്ച എന്തേ വെക്കാത്ത? ഇവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് അല്ലെ ഒത്തീർപ്പ്, പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഒത്തീർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലത്തിലും അല്ലെ അവരുടെ അധോലോക തലത്തിലും മാത്രമല്ല നടക്കുന്ന, പ്രതിപക്ഷത്തെ കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. അല്ല, ഇത് പിണറായിക്കെതിരെ CPM-നെതിരെ ഈ പറയുന്ന രീതിയിൽ ശശി തന്നെ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് ഉണ്ടാക്കിയ ക്രിയേറ്റഡ് സിസ്റ്റം സാർ. ഇത് പോലീസ് ഒരു സിസ്റ്റമാണ്. അതിപ്പോൾ അജിത് കുമാറിനെ ഇത്രയും പ്രകോപിതനാക്കാൻ ഇതുപോലത്തെ വൃത്തിയോടൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ച് പറഞ്ഞു വിട്ടവൻ ശശിയാന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഗുരുവായൂർ ഉൾപ്പെടെയുള്ള കേസുകളിൽ അതിൻ്റെയൊക്കെ നെറ്റ് അവസാനം വരുന്ന എവിടെയാണ് വരുന്നത്? പിണറായിയിലേക്കാണ് വരുന്നത്. ഞാൻ മുമ്പേ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ പിണറായിയിലേക്കാണ് ഈ പോയിന്റ് എല്ലാം ആരോഗ്യം. ഇത് ശശിയെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പോൾ ഒറ്റ നേതാവ് പറയുന്നത്. ഏതാനും സാമൂഹ്യ മാധ്യമങ്ങൾ പറയും. അത്രയല്ല, വേറെ ആര് പറയും?
വേറെ ആര് പറയുമെന്ന്? ഇത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ നാട്ടിക്കാനായിട്ട്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അങ്ങ് നാറി കുടിയടിച്ച് ഈ ഭരണം തീരണം. അതിന് വേണ്ടിയിട്ടുള്ള ശശിയുടെ ഡ്രാമ തന്നെയായിരിക്കും. പിന്നെ സാർ ജയരാജൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റക്കായി, ഒന്നുകൂടെ അത് ബാക്കി പറയണം സാർ. ഈ പി ജയരാജൻ്റെ വിഷയത്തിൽ പി ജയരാജൻ ജയിൽ ഉപദേശക സമിതി അംഗമാണ്. സാർ നമ്മൾ കണ്ട മറ്റൊരു നാടകം ഈ പെരിയ കൊലക്കേസിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മരണം. സാർ ആ പ്രതികളെ ജയിലിൽ കൊണ്ടുവന്ന സമയത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ അല്ല സാർ ഇവരെല്ലാം കാണിച്ചത്. വിപ്ലവ അഭിവാദ്യം കൊടുത്ത് ഈ ഇവരുടെ പെരിയ കൊലക്കേസിലെ പ്രതികളെ സ്വാഗതം ചെയ്യാൻ പോയതിൽ നമ്പർ 1 ഇവർ ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്നു കൂടെ. ഈ പി ജയരാജനില്ല, പി ജയരാജൻ എല്ലാത്തിൻ്റെ കൂടെ. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇവർ അകത്ത് എന്നതെന്ന് ചോദിച്ചപ്പോൾ ഉപദേശക സമിതി അങ്ങനെ കൂടെയുണ്ട്. ജയിൽ സൂപ്രണ്ടിനോട് ചോദിച്ചു എങ്ങനെയാണ് അവിടെ അകത്ത് വന്നിങ്ങനെ മുദ്രാക്കി. അപ്പോൾ ജയരാജനാണ് നിൽക്കുന്നത്, എന്നാ ചെയ്യും സാർ? പിന്നെ മറ്റൊരു വർഷം കൂടെ എനിക്കിതിൽ ചോദിക്കാനുണ്ട്. തുടർച്ചയായ രണ്ടാമത്തെ ഒരു ഭരണം, ഒരേ രാഷ്ട്രീയ മുന്നണിയുടെ ഭരണം, സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറയുന്നത് ഈ ഒരേപോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒരേ ഭരണാധികാരികൾ. സാർ അതിലും വീഴുന്ന ഒരു വീഴ്ച കൂടെ ആയി. അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞു നിർത്തിയതുപോലെ പി ജയരാജനിവിടെ മറ്റു രംഗങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കെ എം എബ്രാഹത്തിന്റെ കാര്യം പറഞ്ഞു. അതെ, എല്ലാ മന്ത്രിസഭ ഇരിക്കുമ്പോഴും കെ എം എബ്രാഹിം പ്രധാന താക്കോൽ സ്ഥാനത്താണ്, രമേശിനെതിരെ ഇരുന്ന സ്ഥാനത്താണ്. ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ പ്രതിയായിട്ടുള്ള ആളാണ് അദ്ദേഹം, എതിരെ പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവരെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും പിണറായി വിജയന്റെ കഴിവ് ഭയങ്കര. ഇവരെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനും എന്ത് കഴിവ്, എന്ത് ഞാൻ അത് പറഞ്ഞുതരാം. ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുക്കളെ പോലും ഒരു പരിധി വരെ കൂടെ കൊണ്ടുവരാൻ ഇതുവരെ പിണറായി വിജയന് കഴിഞ്ഞിരുന്നു. പിണറായി വിജയന്റെ കാല് ഇടർന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ, ഇടർന്നു എന്ന് കണ്ട് മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും റിവോൾട്ട് പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഉണ്ടാവും. ഇപ്പോൾ പരപ്പൻകോട് മുരളിയുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റിനെ നിഷേധിക്കാൻ ഒരു പാർട്ടിക്കാരനും തയ്യാറാകില്ല, തിരുവനന്തപുരത്ത് തയ്യാറാകില്ല. അതിനനുകൂലമായി വേറെ ഒത്തിരി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാളെ പാർട്ടിക്ക് തന്നെ MABB സൈലന്റ്. അത് ശ്രദ്ധിച്ചു എന്താ അതിൻ്റെ അർത്ഥം? MABBക്ക് ഇതൊക്കെ അറിയാമെന്ന് മാത്രമല്ല, MABB പിണറായി BS-നൊപ്പം നിന്ന് കളിച്ച ആളാണ്. അല്ല, എന്തെങ്കിലും വേണമെങ്കിൽ അത്യാവശ്യം വന്നാൽ ഒരു കരുനീക്കത്തിന് ഒരു ആൾക്കാരും ഉണ്ടെങ്കിലും ഒന്ന് വെട്ടിക്കളയാൻ തയ്യാറാവും MABB. അനങ്ങേണ്ടി MABB ചലിക്കേണ്ടി വരും. ആ MABBയുടെ ചലനത്തിന് പിന്തുണ കൊടുക്കാൻ ഗോവിന്ദമാഷ് വരെ ഉണ്ടായെങ്കിൽ അത്ഭുതപ്പെടണം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. CPM-നകത്ത് എപ്പോഴും അങ്ങനെ പാലം വലിക്കും. ഇപ്പൊ പിണറായി വിജയൻ സർവശക്തരായിട്ട് ആരും ചോദിക്കാനില്ലാത്തതുകൊണ്ടാണ്. ഒരടി ആരെങ്കിലും കൊടുത്താൽ എല്ലാവരും എത്ര വലിയ കൂടി ചട്ടം വേണം, വെല്ലുവിളി ചോദിച്ചാൽ ഒരുത്തന്നെ ഒരു അടി കൊടുത്താൽ എല്ലാവരും കയറി അടിക്കും. അതുവരെ എല്ലാവരും നോക്കുന്നത്. തീർച്ചയായിട്ടും ഒരടി വീഴാൻ കാത്തിരിക്കും. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു അടി കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് മാർക്സിസ്റ്റുകാർ. കോൺഗ്രസ്സുകാർ അത്രയും സജീവമായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അച്യുതാനന്ദനെ എപ്പോഴും കമ്പയർ ചെയ്യുന്ന കാര്യം, അച്യുതാനന്ദൻ ഒരു ഇഷ്യൂ സ്വപ്ന സുരേഷിൻ്റെ ഇഷ്യൂ അച്യുതാനന്ദനാണ് ടേക്കപ്പ് ചെയ്തെങ്കിൽ അയാൾ മരിക്കാൻ നടക്കും. ഇവിടെ ശാക്കോടതി കിടക്കുമ്പോൾ പോലും പറഞ്ഞേനെ സ്വപ്നയെ അറസ്റ്റ് ചെയ്യണം, തുറങ്കിലടയ്ക്കണം എന്ന് നടന്നാലും നടന്നില്ലെങ്കിലും അച്യുതാനന്ദൻ പറയുമായിരുന്നു. ആ ഡിറ്റർമിനേഷനുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൽ ഇല്ലാതെ പോയി. അല്ല, അതല്ലേ ഇന്നലെ ഈ ഗോവിന്ദച്ചാമി വന്നപ്പോൾ ടാർസൻ എന്നൊക്കെ പറഞ്ഞ് കളി തമാശ പറയില്ല. ഗോവിന്ദച്ചാമി സാധാരണ രീതിയിൽ ഒരു ജയിലിൽ ചാടി രക്ഷപ്പെടാൻ നോക്കി കിട്ടിയില്ല, പോലീസ് പിടിച്ചു. അത് നാളെ പറയാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? പിണറായിയുടെ പോലീസ് നാളെ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന അനിൽകുമാറും ജയിക്കും ഒക്കെ പറയാൻ പോകുന്ന പിണറായിയുടെ പോലീസിന്റെ തൊപ്പിയിലെ ഒരു പൊൻ ദിവലാണ് പിടിച്ചതിനെ കുറിച്ച് പറയും. അത് പിടിക്കാനും വാങ്ങാനും ആളുണ്ടെന്നേ. പിണറായി പറയുന്നത് വാങ്ങി അതേപടി വിഴുങ്ങാൻ ആളുണ്ട്, മീഡിയയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. സാർ, ഈ ജയിൽ ഉപദേശക സമിതിയിൽ അംഗമായിരിക്കുന്ന പി ജയരാജൻ അവരൊക്കെ തന്നെ കൊടും ക്രിമിനലുകൾ ആണ്. ആ ജയിൽ പരോളിന് റെക്കമെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളാരാ? പരോളിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവരുടെ കൂടെ പെർമിഷൻ വേണം. ഇത്ര കുറ്റവാളിയും പുറത്തിറക്കണമെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണം. സാർ, അങ്ങനെ പറയുകയാണെങ്കിൽ ഷെറിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഒത്തിരി എണ്ണം അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കില്ലേ ഷെറിൻ്റെ കാര്യം? ഷെറിനെ ഇറങ്ങിയല്ലോ. അല്ല, ഷെറിന് ഇറങ്ങി. ഷെറിനെ ഇറങ്ങി. ആരുടെ സപ്പോർട്ടിൽ ഇറങ്ങി? അല്ല, അത് ഈ മന്ത്രിസഭയുടെ ഒരു മന്ത്രി. അപ്പൊ നമുക്ക് പേര് പറയേണ്ട ആവശ്യമില്ല. അവര് മന്ത്രിസഭ തീരുമാനമാണ്. അവിടെ ഇവരെക്കാളും രോഗമുള്ള മരണത്തോടടുത്ത് കിടക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ എന്താ കിട്ടാത്ത? അത് മാത്രമോ, ഷെറിൻ എന്ത് കാര്യത്തിനാണ് ജയിലിൽ കിടക്കുന്നത്? കൊലപാതക കേസ്. ഏത് രീതിയിലുള്ള കൊലപാതകം? അത് ആലോചിക്കണം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ദേഷ്യപ്പെട്ട് കത്തിയെടുത്ത് എറിഞ്ഞു, അല്ലെ കല്ലെടുത്ത് എറിഞ്ഞു, തേങ്ങ എടുത്തെറിയുമ്പോൾ ഇവിടെ കൊണ്ടു, അരുവ എടുത്തെറിയുമ്പോൾ ഇവിടെ കൊണ്ടു, അങ്ങനെ യാദൃശ്യം ഉണ്ടായൊരു മരണം അല്ല. അത് പെട്ടെന്നുള്ള പ്ലാൻ ചെയ്ത് രണ്ടല്ലേ. ഏതായാലും സാർ, നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയം,
CPM-ന്റെ അല്ലെങ്കിൽ ഈ ഭരണത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് തുടർച്ചയായി ഉള്ള ഭരണത്തിലിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് മന്ത്രിമാർ മാത്രമേ മാറിയിട്ടുള്ളൂ. സിസ്റ്റത്തിന് യാതൊരു മാറ്റവുമില്ല. ചിലപ്പം ഈ പറയുന്ന വ്യവസായ മന്ത്രി രാജീവിൻ്റെ അവിടെ ഇരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫുകൾ കഴിഞ്ഞ ഭരണത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്റ്റാഫായിരുന്നവരായിരിക്കാം. അല്ലെങ്കിൽ സ്റ്റാഫുകൾ മാത്രമേ മാറ്റമുള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റത്തിന് യാതൊരു മാറ്റവുമില്ല. സിസ്റ്റത്തിന് മാത്രമല്ല മാറ്റമില്ലാത്തത്, പാർട്ടിയുടെ സ്ട്രക്ചറിന് മാറ്റമില്ല. അതായത് ഡിക്റ്റേറ്റർഷിപ്പ് പോലെ പിണറായി വിജയൻ എന്ത് പറയുന്നു അത് കമാന്ന് അനുസരിക്കുകയാണ് സാർ. അപ്പോൾ ഈ വീഴ്ച, ജയിൽ അധികൃതരുടെ വീഴ്ച ദിവസം ഇപ്പോൾ 2 3 2 ദിവസമായി. അതിലിപ്പോൾ ഒന്നാം പ്രതി അവിടെ പിണറായി വിജയൻ അല്ല പി ജയരാജനാണ് സാർ. അതെ സാർ, എന്തുകൊണ്ട് സാർ ഈ പറയുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാ തുറന്നിട്ടില്ല? അപ്പോൾ സാറ് പറയുന്നു ഒന്നാം പ്രതി പി ജയരാജൻ തന്നെയാണ്. കാരണം ഉപദേശത്തെ സംബന്ധിച്ച ഈ വിഷയങ്ങൾ ഞാനിതിനെ ഖണ്ഡിക്കുന്നു. ഞാൻ പറയുന്നു ഇതിന്റെ തീരുമാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ പി ശശി അടങ്ങുന്ന ഒരു ഉപജാപക സംഘം. അത് പി ജയരാജൻ തുറന്ന് പറയണം. അത് പി ജയരാജന് പറയാൻ പറ്റില്ല സാർ. ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇത് പറയാനുള്ള ധൈര്യമില്ലായ്മയാണ് നിങ്ങളെ ഭീരുവായിട്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് സത്യം അറിയാൻ സാർ, ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് സാർ, ശ്രദ്ധിച്ചോ? കാര്യം ഈ പറയുന്ന രീതിയിൽ കഴിഞ്ഞ 3 മാസമായി ഇയാൾ ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു. ഇയാളുടെ ലുക്കൌട്ട് നോട്ടീസിൽ ഇയാൾക്ക് താടിയില്ല. ഇതൊക്കെ ഞാൻ പറയുന്നു, ഇതൊക്കെ ആരാണ് ഈ മുന്നൊരുക്കങ്ങൾ നടത്തിയ? ഉദ്യോഗസ്ഥരുടെ ഒത്താശ നടക്കും. അല്ല, അത് സംഭവിച്ചു. ഈ മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ ഇത് എല്ലാ മുന്നൊരുക്കത്തിൻ്റെ ആവശ്യമില്ല. നാട്ടുകാരെ പറ്റിക്കാൻ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മുന്നൊരുക്കം ആവശ്യമുണ്ട്. ഇങ്ങനെ അവൻ നേരത്തോട്ട് തയ്യാറെടുത്തു, രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുത്തണം. ഇതിൻ്റെ ഏത് സമയത്ത് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാലും ഏറ്റവും ആപ്റ്റ് സമയം നോക്കി ഇപ്പോൾ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ്റെ കൂടെ ജനലക്ഷങ്ങൾ അണിനിരുന്നതാണ്. ചെറിയ പ്രൊവോക്കേഷൻ അല്ല, അധികാരമോഹിയായ ഏത് രാഷ്ട്രീയക്കാരനെ പേടിപ്പിക്കുന്നതാണ്. നമ്മൾ പണ്ട് ഏറ്റവും വലിയ പ്രസംഗമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ മാർക്കാന്റണിയുടെ ഐ കെയിം ടു ബെറി സീസർ. അതുപോലെ അച്യുതാനന്ദനെ ദഹിപ്പിക്കാൻ മാത്രമല്ല ചെയ്തിരിക്കുന്ന ജനങ്ങൾ, അവരുടെ ഓരോ വാക്കിലും പിണറായിയോടുള്ള പ്രതിഷേധമുണ്ട്. തീർച്ചയായിട്ടും അതാണ് പറയുന്നത്, ഞങ്ങളുടെ ഒറ്റ നേതാവ്, ഞങ്ങളുടെ നേതാവ് എന്നും. ഞങ്ങളുടെ നേതാവ് എന്ന അച്യുതാനന്ദനെ പറ്റി പറയുമ്പോൾ മറ്റു പലരും അവരുടെ നേതാവ്. അപ്പോൾ സാർ പറയുന്നത് താനൊരു കഴിവുറ്റ നേതാവെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രതിയെ ചാടിച്ചിട്ട് 4 മണിക്കൂറിനകം തിരിച്ചു പിടിച്ച്. അത് മാത്രമല്ല, വാർത്തയിൽ നിന്നും അച്യുതാനന്ദനെ കുറിച്ചുള്ള, അച്യുതാനന്ദനെ കിട്ടിയ ഈ ഗ്ലോറിയെക്കുറിച്ച്, അച്യുതാനന്ദൻ ആരും കാരണഭൂതൻ എന്ന് പറഞ്ഞ് പാട്ട് പാടിയ തിരുവാതിര കളിച്ച് ഉണ്ടായതല്ല, പറഞ്ഞു പറയിച്ചതുമല്ല. അല്ല, അച്യുതാനന്ദൻ സമരം ചെയ്യുമ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ അടിക്കാനുള്ളതായിരുന്നു പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അച്യുതാനന്ദൻ്റെ അടിക്കാൻ. ഇപ്പം വെഞ്ചാമരം വീശാനാണ് സമരം ചെയ്യുന്നവരെ. ഇപ്പോഴത്തെ പോലീസിൻ്റെ കയ്യിൽ ആദ്യം SFIക്കാർക്ക് വെഞ്ചാമരം വീശി കൊടുക്കാനുള്ളതാണ്. ആ വ്യത്യാസം ഭയങ്കരമായിട്ട് വ്യത്യാസമാണ്. ഏതായാലും സാർ, നമ്മൾ ഈ ഗോവിന്ദചാമി വിഷയത്തിൽ നിരവധി സംശയങ്ങൾ സമൂഹത്തിനുണ്ടാകുന്നതിൽ തെറ്റില്ല. കാരണം ഒരു നയനാരുടെ മന്ത്രിസഭ മൂട്ടിൽ തള്ളിയിട്ട് എത്രയെങ്കിലും കാലം കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ഭരണം കിട്ടിയത്. 2 പാർലമെന്ററി തലത്തിൽ ഒരിക്കൽ കൂടി CPM വീണ്ടും, അതായത് സുഗലോലുപതിയുടെ അങ്ങേയറ്റത്തിൽ CPM എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടി എത്തിയതിൻ്റെ ഫലമായിട്ട് സിസ്റ്റത്തിൽ ഉണ്ടായ പാളിച്ച, അങ്ങനെയും പറയാം. പിന്നെ സാറ് പറയുന്ന പോലെ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അടങ്ങുന്ന ഒരു കണ്ണൂർ പോലൊരു ജയിലിലെ ഉപദേശക സമിതി. ഏതായാലും അല്ല, ഈ ഇതുപോലെ തന്നെ സമാനമായിട്ടില്ലായിരുന്നു ഉമ്മൻചാണ്ടിയെ മുള്ളെ നിർത്തിയില്ലേ ദിഷ കൊലപാതകം ഇവിടെ ലോക്കോളെ? തീർച്ചയായിട്ടും ഈ കോൺഗ്രസ്സുകാർ എന്നെ എടുത്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും അവിടെയാണ് പ്രശ്നം. പ്രതിപക്ഷം അതിന്റെ ജോലി ചെയ്യുന്നു സാർ. അതാണ് ഞാൻ ആ സംഭവം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ. അതാണ് സാർ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സംസാരത്തിനിടയിൽ വീണ്ടും അറിയാതെ ഞാൻ നാം പറഞ്ഞു പോകുന്നത് ഒരു പ്രതിപക്ഷ നേതാവ് ഇത്ര പഞ്ചിൽ സംസാരിച്ചാൽ മതിയോ? ഒരു ടാർസൻ ചാടിക്കടന്നു പോകുന്ന പോലെ പോയി എന്നൊക്കെയാണ് അദ്ദേഹം ഇന്നലെ സംസാരിച്ചോ പറഞ്ഞത്. ഇവിടെ എറണാകുളം ജില്ല നടന്നതല്ലേ സാർ? അതൊക്കെ അവർക്ക് ഓർമ്മയില്ല. അവർക്ക് എങ്ങനെ ഓർക്കാൻ സമയം? അവർ ഈ പറയുന്ന പോലെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് കിഴക്കാൻ അവർ നടക്കില്ല. അവരുടെ മത്സരത്തിന് അത് വേറൊരു നമുക്ക് പറയാം. ഏതായാലും നിരവധി ചോദ്യങ്ങൾ. ഇപ്പൊ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടിയത് അവിടെ ജയിലിനകത്ത് തന്നെയുള്ള CPM തടവുകാരുടെ ഒത്താശയോടെയാണോ? അതേ അത് തന്നെ സിസ്റ്റത്തിന്റെ പരാജയമാണ്. CPM-ന്റെ ഒരു അവമതിപ്പാണ്. കണ്ണൂർ സെൻട്രൽ ജയിലാണ്. ഇതുവരെ മുഖ്യമന്ത്രി മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അഥവാ പറഞ്ഞാലും കുറെ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തും. 3 പേരെ നിഷ്കരണം ഇന്നലെ സസ്പെൻഡ് ചെയ്തു. സാർ, സസ്പെൻഷൻ കഴിഞ്ഞാൽ അവർ ജോലിക്ക് കയറും. അങ്ങനെ വേണം ഒരു ന്യായീകരണം പറയാം. ഈ ബസ്സിലൊക്കെ പോക്കറ്റിന് നടക്കുമ്പോൾ, ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ പോക്കറ്റിന് നടക്കുമ്പോൾ ഈ ബസ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൊണ്ട് നിർത്താം സാധാരണഗതിയിൽ. അവിടെ ആരാണ് പോക്കറ്റ് അടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ നോക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നവരാണെന്നറിയോ? ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വൈക്കത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഈ വിളിച്ചുകൊണ്ട് വരുന്ന പോലീസുകാരെന്ന് പറയുന്നത്, പോലീസുകാർ വിളിച്ചുകൊണ്ട് വരുന്നത് ആ അവിടെ കിടക്കുന്ന ഏറ്റവും നല്ല എക്സ്പേർട്ട് കള്ളന്മാരെയാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. അത് ശരിയാണ്. ഇവിടെ ഇപ്പോൾ ഗോവിന്ദചാമി ഏൽപ്പിക്കുക ജയിലിൻ്റെ സുരക്ഷ എല്ലാ വഴിയൊക്കെ അറിയാം.
ജയിൽ സുരക്ഷയ്ക്ക് ഗോവിന്ദചാമി ഏതായാലും ഒറ്റക്കയ്യനായ അംഗപരിമിതിയുള്ള ഒരാള് ഇത്തരത്തിൽ വടം പോലെയൊക്കെ കെട്ടി ഈ കാണുന്ന ഡ്രമ്പിൽ കയറി അവിടെ നിന്നുകൊണ്ട് കണ്ട കമ്പിയിൽ കറണ്ടില്ലാത്ത ഇതൊക്കെ നമ്മുടെ സാർ 2 മാസമായിട്ട് അവിടെ കറണ്ടില്ലെന്ന് അയാൾ ജയിലിൽ കിടക്കുന്ന ആൾ ഇതൊക്കെ എങ്ങനെ അറിയില്ല. ഇതിലെ ഞാൻ പറയുന്നത് ഇതെല്ലാം ഈ സ്റ്റോറി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അവൻ തന്നെത്താൻ രക്ഷപ്പെട്ടതാണ് എന്ന് കാണിക്കാന്നുള്ളതുണ്ട്. ഇവരുടെ സഹായം ഇല്ലായിരുന്നു, അവൻ അത്ര മിടുക്കനാണ്. സാർ എന്നിട്ട് ഇപ്പം വിയൂരേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി ഇതിന്റെ കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇനി വിയൂര് പോയി വേണം അയാളടുത്ത് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ. ഏതായാലും ഒരു പെരുങ്കള്ളൻ എന്ന സ്ഥിതിക്ക് അയാളെ ആരൊക്കെ സഹായിച്ചെന്ന് അയാൾ പറയുന്നു നമുക്ക് കരുതണ്ട. രാഷ്ട്രീയമായും മറ്റു പലതരത്തിലും എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിൽ പോലും ഇവിടെ സ്വീകരിക്കേണ്ടിയിരുന്ന സമീപനം ജയലളിതയുടെയോ യോഗി ആദിത്യനാഥിൻ്റെ ആയിരുന്ന ഞാൻ വിചാരിക്കും. ഏതായാലും നമുക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ നിർത്തുന്നു. തുടർന്ന് നമുക്കിരിക്കാം.